സുവിശേഷത്തിൻ തീതെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. എല്ലാവരെയും സ്നേഹപൂർവ്വം മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ബൈബിളിൽ യോനായുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, അവിടെ മനോഹരമായിട്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് യോനാ പ്രവാചകൻ പറയുകയാണ്. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് നമുക്കറിയാമല്ലോ. കർത്താവിൻ്റെ 5 സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് അവിടെ യോനാ പ്രവാചകൻ പറയുന്നത്. എല്ലാം കരുണയെക്കുറിച്ചും ദയയെക്കുറിച്ചും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ശിക്ഷിക്കുന്നതിൽ വിമുഖനായ ദൈവം. 2015-2016 വർഷം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പ കരുണയുടെ വർഷമായിട്ട് പ്രഖ്യാപിക്കുകയും നമ്മളെല്ലാവരും തന്നെ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. ഇന്നത്തെ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇനിയും ഒത്തിരി കരുണ ഈ ഭൂമിയിലേക്ക് ഒഴുകേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. പാപം ഒത്തിരി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. റോമാക്കാർക്കത് ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. ഈ ഭൂമിയിൽ പാപം പെരുകുന്നതനുസരിച്ച് ഇതാ ദൈവത്തിൻ്റെ കരുണയും ഒത്തിരി അധികം ഈ ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുന്നു. അതെല്ലാം ആ കരുണ മുഴുവനും നമ്മളെല്ലാവരും സ്വന്തമാക്കേണ്ടതിൻ്റെ ഒരാവശ്യകതയെക്കുറിച്ച് ഒരിക്കൽ കൂടി നമ്മളിന്ന് ചിന്തിക്കുകയാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ മാർപ്പാപ്പയിലൂടെ ലോകം മുഴുവൻ കർത്താവിൻ്റെ കരുണ സ്വീകരിച്ചുകൊണ്ട് നാം എല്ലാവരും കരുണാസമ്പന്നരായി തീർന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു ബ്രദറെ, എന്തുകൊണ്ടായിരിക്കാം പരിശുദ്ധ മാർപ്പാപ്പ കരുണയുടെ വർഷം പ്രഖ്യാപിക്കാനുള്ള കാരണമെന്ന്. എൻ്റെ ചിന്തയിലേക്ക് വന്നൊരു ചെറിയ ചിന്തയാണ്. നമുക്കറിയാം, പഴയ നിയമം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ സംഭവം നമ്മൾ ധ്യാനിച്ചിട്ടുള്ള സംഭവമാണ്. അതിൽ വചനം ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യൻ്റെ പാപം പെരുകിയപ്പോൾ ദൈവത്തിന് മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനായിട്ട് നോഹ എന്ന ഒരു നീതിമാനിലൂടെ ദൈവം നോഹയോട് പെട്ടകം നിർമ്മിച്ച് ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങളെയും അതിലേക്ക് അടുപ്പിച്ച്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ
ഭൂമിയിൽ പാപം പെരുകിയപ്പോൾ, ദൈവത്തെ അനുസരിക്കാതെ വന്നപ്പോൾ, ആ അനുസരണ ഇല്ലായ്മയെ ദൈവം എടുത്തു മാറ്റുവാനായിട്ട് നോഹയെ ഒരു ഉപകരണമാക്കാണ് ശരിക്കും അവിടെ. ജലപ്രളയം വരുത്തി. നമുക്കറിയാം നോഹയുടെ പെട്ടകം ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മൾ വീഡിയോകളും പലതൊക്കെ കണ്ടിട്ടുള്ള സംഭവമാണത്. അപ്പോൾ നോഹ പെട്ടകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അയൽവക്കാരും മറ്റുള്ളവരൊക്കെ ഇവനെ പരിഹസിക്കുന്നുണ്ട്. നോഹ, നീ എന്ത് മണ്ടനാ, നീ എന്താ കാണിക്കുന്നത്? കാരണം ആ കാലത്ത് ലോകത്ത് ഒരിക്കലും മഴ പെയ്തിട്ടില്ല. അപ്പം നോഹ മറ്റുള്ളവർ പറയായിരുന്നു മഴ പെയ്യും, പ്രളയമുണ്ടാകും, രക്ഷപ്പെടും കുറേ പേരൊക്കെ. പക്ഷെ അതൊന്നും ജനം സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ പാപം വർദ്ധിക്കുമ്പോൾ ദൈവത്തെ ഉൾക്കൊള്ളുവാനും കേൾക്കുവാനും ആരും മനസ്സ് വയ്ക്കില്ല. പക്ഷേ ദൈവം നോഹയിലൂടെ പ്രളയം വരുത്തുകയും നോഹ പെട്ടകത്തിനുള്ളിൽ നോഹയും കുടുംബവും എല്ലാ ജീവജാലങ്ങളുടെ ഓരയിണയും പേടകത്തിലേക്ക് കയറുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, അതേ സംഭവം തന്നെയാണ് ഈ കാലഘട്ടത്തിലും. പരിശുദ്ധ പിതാവ് കരുണയുടെ വർഷം ഈ ലോകത്ത് പ്രഖ്യാപിക്കുമ്പോൾ എനിക്ക് തോന്നുക ഈ ലോകത്തിൻ്റെ അവസ്ഥയും ആദ്യമുണ്ടായിരുന്ന അവസ്ഥയെക്കാളും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പാപം പെരുകി, പാപം വർദ്ധിച്ചു. ദൈവത്തിന് ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് പരിശുദ്ധ മാർപ്പാപ്പയിലൂടെ ലോകത്തോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്. അന്ന് നോഹ പെട്ടകത്തിൻ്റെ വാതിലുകൾ തുറന്ന് എല്ലാവരെയും അകത്തേക്ക് പ്രവേശിച്ചതുപോലെ ഇന്ന് ഗാഗുൽത്തായിൽ യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം വിശുദ്ധ യോഹന്നാശ്ലീഹയുടെ സുവിശേഷം 19-ാം അധ്യായം 33-34 വചനത്തിലൂടെയാണ് കർത്താവിൻ്റെ കരുണയെക്കുറിച്ചുള്ള ശക്തമായ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കരുണ ഈ ഭൂമിയിലേക്ക് ഒഴുകിയതിനെക്കുറിച്ചുള്ള ശക്തമായ വചനം എങ്ങനെയാണ്? അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അപ്പം ശരിക്കും പറഞ്ഞാൽ ലുങ്കിനോസ് എന്ന ആ പടയാളി യേശു മരിച്ചു കഴിഞ്ഞോ എന്ന് അറിയാൻ വേണ്ടി കുന്തം കൊണ്ട് വെറുതെ കുത്തുകുത്തിയാ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ കർത്താവിൻ്റെ ചങ്ക് പിളർന്ന് അവിടെ നിന്ന് രക്തവും വെള്ളവും ഈ ഭൂമിയിലേക്ക് ഒഴിക്കുന്നുള്ളതാണ്. സാധാരണ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ രക്തത്തിനും ഒരു ജീവൻ ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞിട്ടും ആ ലുങ്കിനോസ് എന്ന പടയാളി കർത്താവിൻ്റെ വിലാപ്പുറത്ത് ചങ്കില് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ഈ ഭൂമിയിലേക്ക് ഹൃദയമാകുന്ന വാതിൽ തുറന്ന് രക്തവും വെള്ളം ഒഴിച്ചിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് കർത്താവിൻ്റെ കരുണ വർഷിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പരിശുദ്ധ പിതാവിലൂടെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയായിരുന്നു, പാപം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ ചങ്ക് പിളർന്ന് ഞാൻ ഒഴുക്കിയ ആ രക്തവും ജലവും, അതായത് കരുണയ്ക്ക് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കാൻ മക്കളോട് മാർപ്പാപ്പയിലൂടെ ദൈവം ആഹ്വാനം ചെയ്യുകയായിരുന്നു. ഞാൻ ആലോചിക്കുകയാണ് ബ്രദർ പറഞ്ഞോട്, കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ഓർക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ ഈ ഭൂമിയിലെ സകല ജനങ്ങളും മനസ്സിലാക്കാനായിട്ട് ദൈവം ഉപയോഗിച്ച ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. പോളണ്ടിലെ ഒരു കൊച്ചു പട്ടണത്തിലെ വളരെ ദാരിദ്ര്യമാർന്ന ഒരു കുടുംബത്തിൽ ജനിച്ച വിശുദ്ധ ഫൗസ്റ്റീന 1924 തൻ്റെ 15-16 വയസ്സിലാണ് ആദ്യമായിട്ട് യേശുവിൻ്റെ ഒരു പ്രത്യക്ഷപ്പെടൽ ഫൗസ്റ്റീനക്ക് ഉണ്ടാകുന്നത്. തുടർന്ന് ഒരു കന്യാസ്ത്രീയാകാനായിട്ട് തീരുമാനിച്ച സിസ്റ്റർ, ആ ഫൗസ്റ്റീന എന്ന പെൺകുട്ടി പോളണ്ടിലെ വാർസോ എന്ന് പറയുന്ന നഗരത്തിലേക്ക് പോവുകയും അവിടെ ഒരു കോൺവെൻറ്റിൽ ചേർന്ന് ഒരു സിസ്റ്ററായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് 1930 തുടങ്ങി 36 വരെയുള്ള വർഷങ്ങളിൽ, നീണ്ട 6 വർഷങ്ങളിൽ ഈശോ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ ഫൗസ്റ്റീനയോട് കർത്താവിൻ്റെ കരുണയെക്കുറിച്ചുള്ള ഒത്തിരി വെളിപ്പെടുത്തലുകൾ നമുക്കറിയാം. വിശുദ്ധ ഫൗസ്റ്റീന അതൊരു പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട്. തൻ്റെ വിശുദ്ധ ഫൗസ്റ്റീനയുടെ കരുണയുടെ ഡയറി ഇന്നും അത് ലഭ്യമാണ് വായിക്കാനായിട്ട്.
അതിൽ ഓരോ ദിവസവും കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകൾ അതെല്ലാം ഭംഗിയായിട്ട് എഴുതി വെച്ച് ലോകത്തോട് മുഴുവനും തൻ്റെ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കുവാനായിട്ട് ഒരു അപ്പസ്തോലയായിട്ട് സിസ്റ്റർ ഫൗസ്റ്റീനയെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. തൻ്റെ കരുണയുടെ ആ ദൃശ്യം സിസ്റ്റർക്ക് കാണിച്ചു കൊടുത്ത് ഈ രൂപം ലോകം മുഴുവനും പ്രഘോഷിക്കണം, ഈ കർത്താവിൻ്റെ കരുണയുടെ രൂപം ലോകമെമ്പാടും ജനഹൃദയങ്ങളിലേക്ക് ഭവനങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഉള്ള വലിയ സന്ദേശം എത്തിക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചത് ആ പാവപ്പെട്ട ഒരു സിസ്റ്ററായിരുന്നു. നമുക്കറിയാം പിന്നീട് ഇതെല്ലാം സഭ വ്യക്തമായിട്ട് പഠിക്കുകയും 1993 പോളണ്ടിൽ നിന്ന് തന്നെയുള്ള വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ വിശുദ്ധ ഫൗസ്റ്റീനയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നും ജനലക്ഷങ്ങളാണ് ഇന്നും ഫൗസ്റ്റീനയുടെ ക്രാക്കോ എന്ന് പറയുന്ന നഗരത്തിലുള്ള ആ കൊച്ചു കോൺവെന്റിലേക്കും വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ദർശനങ്ങൾ ഈശോ നൽകിയ ആ ചാപ്പലിലേക്കും ഇന്നും ജനലക്ഷങ്ങളാണ് ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വലിയ കൃപയാൽ കഴിഞ്ഞ വർഷം ഏകദേശം 3 പ്രാവശ്യത്തോളം ആ കോൺവെന്റിൽ പോകാനും അവിടെ ഇരുന്ന് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു. അവിടെ ചെല്ലുമ്പോഴെല്ലാം ഇപ്പോഴും നമുക്ക് ആ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിവിധ ഭാഷക്കാർ, വിവിധ രാജ്യക്കാർ വന്നിരുന്ന് ഒരുമിച്ചിരുന്ന് ആ കോൺവെന്റിലിരുന്ന് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഒരു ദൈവാനുഭവം ഇന്നും നമുക്ക് അവിടെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും ദൈവം അല്ലെങ്കിൽ പല വ്യക്തികളിലൂടെ ഈ ലോകത്തോട് സംസാരിക്കുക. അപ്പോൾ കരുണയുടെ പ്രവാചികയായ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെയാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൂടെ ഈ കാലഘട്ടത്തിന് വേണ്ടിയുള്ള വ്യക്തമായ ഒരു സന്ദേശം കൊടുത്തത്. ശരിക്കും നമുക്കറിയാം ഫൗസ്റ്റീനയ്ക്ക് ബ്രദർ പറഞ്ഞ പോലെ തന്നെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ആ കരുണയുടെ ഫോട്ടോവും കരുണയുടെ പ്രാർത്ഥനകളും ഇന്ന് പല വ്യക്തികളും പല കുടുംബങ്ങളും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പോകുമ്പോൾ നമുക്കറിയാം വെളുപ്പിന് 3 മണിക്കും ഉച്ചയ്ക്ക് 3 മണിക്കാണ് കരുണക്കൊന്ത സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകം അഭിഷേകം നമുക്ക് ലഭിക്കാമെന്ന് പറയാം. വെളുപ്പിന് 3 മണിക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാം യേശു ഉയർത്തെഴുന്നേറ്റ സമയമാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ ലോകത്തിലേക്ക് ചൊരിയുന്ന നിമിഷങ്ങളാണ് വെളുപ്പിന് 3 മണി. ആ സമയത്ത് മുട്ടുമേന്ന് കരം വിരിച്ചു പിടിച്ചുകൊണ്ട് ആർക്കൊക്കെ കരുണക്കൊന്ത ചൊല്ലി സമർപ്പിക്കാൻ പറ്റുന്നുവോ, അതുപോലെ ഉച്ചയ്ക്ക് 3 മണിക്ക് യേശു മരിച്ച സമയമാണ്. ആ സമയങ്ങളിൽ കർത്താവിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ലോകത്തിൻ്റെ മേൽ ഒത്തിരി ചെറിയപ്പെട്ടുകൊണ്ടിരുന്ന സമയമാണ് ഉച്ചയ്ക്ക് 3 മണിക്ക്. അതുകൊണ്ട് ആ സമയങ്ങളിൽ പ്രത്യേകമായി എപ്പോൾ നമുക്ക് എത്തിക്കാം. ആ സമയങ്ങളിൽ പ്രത്യേകമായി ആരൊക്കെ കരുണക്കൊന്ത സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ വലിയൊരു അഭിഷേകം തന്നെയായിരിക്കും എന്ന് പറയാം. കരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ ഒരു കാര്യം കൂടി ഓർക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് യേശുക്രിസ്തു. പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് യേശുക്രിസ്തു. അപ്പോൾ ആ ഈശോ പറഞ്ഞ കരുണയെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളിവിടെ ധ്യാനിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു കൺഫ്യൂഷനാണ്. എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് കരുണയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചില സംശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരാം. നമ്മൾ വിശുദ്ധ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ് നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളുടെ മേൽ കരുണയുണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വേദനിപ്പിച്ചവർക്ക് വേണ്ടി നമ്മൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43-ാം വാക്യത്തിൽ ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. അപ്പോൾ നമ്മളെ വേദനിപ്പിച്ച ഒത്തിരി വ്യക്തികളുണ്ടാകാം. അവരെല്ലാവരുടെ മേലും അവരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണയുണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം.
പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ പ്രവൃത്തി മൂലം, നമ്മുടെ വാക്കുമൂലം വേദന അനുഭവിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. ഈയിടയ്ക്കായിട്ട് എൻ്റെ ഒരു ആത്മീയ സുഹൃത്ത് എന്നോട് പറയുകയായിരുന്നു, അദ്ദേഹം ഈ ഒരു ദൈവാനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം വാക്കുമൂലം, പ്രവൃത്തി മൂലം ഒത്തിരി വ്യക്തികളെ അദ്ദേഹം വേദനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരെയൊക്കെയാണ് വേദനിപ്പിച്ചത് എന്ന് പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല. പക്ഷേ ഈ കരുണയുടെ വർഷത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ പ്രചോദനമായിരുന്നു, ദൈവമേ, എനിക്ക് മുഖം ഓർമ്മയില്ലെങ്കിലും എൻ്റെ വാക്കുമൂലം, എൻ്റെ പ്രവൃത്തി മൂലം ഇന്ന് വേദനയിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, അവരുടെ മേൽ കരുണയുണ്ടാകണേ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കാൻ പോകുമ്പോൾ നിനക്ക് ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് നീ ഓർത്തു കഴിഞ്ഞാൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുന്നിൽ വെച്ചിട്ട് പോയി അവനുമായി രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അപ്പോൾ ഇദ്ദേഹം പറയാറുണ്ട്, ഇദ്ദേഹത്തിന് ഓർമ്മയില്ല ആരെയൊക്കെ ആയിരിക്കാം വേദനിപ്പിച്ചത്. ഒത്തിരി പേരെ അദ്ദേഹം വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. ഇന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും അവർ ജനറലായിട്ട് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ദൈവമേ, എൻ്റെ വാക്കുമൂലം, പ്രവൃത്തി മൂലം വേദനയിൽ കഴിയുന്നവരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വേദനിപ്പിച്ചവർക്ക് വേണ്ടി അവരുടെ മേൽ കരുണയുണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ്, നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്, നമ്മളുടെ എല്ലാവരുടെയും നോട്ടം എപ്പോഴും ചുറ്റുപാടുകളിലേക്കാണ്. ഈയിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം വിശുദ്ധ കുർബാനയ്ക്ക് പോയി. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് അദ്ദേഹം മുഴുവൻ സമയവും ബെഞ്ചിലിരിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത്, മുട്ടുകുത്തേണ്ട സമയത്ത് അദ്ദേഹം ഇരിക്കുന്നു, എഴുന്നേൽക്കേണ്ട സമയത്ത് അദ്ദേഹം ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറയായിരുന്നു, അതവന് വലിയ അസ്വസ്ഥതയായി. എന്തുകൊണ്ട് അദ്ദേഹം മുട്ടുകുത്തുന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹം എഴുന്നേൽക്കുന്നില്ല എന്ന് ചിന്തിച്ച് അദ്ദേഹത്തിന്, എൻ്റെ ആത്മീയ സുഹൃത്തിന്, അദ്ദേഹത്തിന് ആ കുർബാനയിൽ മുഴുവനായിട്ട് പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല. വിശുദ്ധ കുർബാനയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇദ്ദേഹത്തെ കണ്ടു, ഈ അടുത്തിരുന്ന വ്യക്തിയെ കണ്ടു. അദ്ദേഹത്തോട് പോയി സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, അദ്ദേഹത്തിന്, ആ വ്യക്തിക്ക് കാലിന് ബലക്കുറവാണ്. അദ്ദേഹത്തിന് അധിക സമയം നിൽക്കാനോ മുട്ടുകുത്താനോ സാധിക്കാത്തൊരവസ്ഥ. അപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ മറ്റുള്ളവരുടെ അവസ്ഥ അറിയാതെയാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് മാർക്കിടുന്നത്, നമ്മളെ വിധിക്കുന്നത്. റോമാക്കാർക്ക് ലേഖനം 2-ാം അധ്യായം അതിന് 1-ാം വാക്യത്തിൽ ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്കതിൽ ന്യായീകരണമില്ല. മറ്റുള്ള ആരെയും വിധിക്കുവാൻ വിധികർത്താവായിട്ട് നമ്മളെ ദൈവം നിയോഗിച്ചിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ നീ സൂക്ഷിച്ചു കൊള്ളുവിൻ, എന്തെന്നാൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു വിധിയിലേക്ക് വരാതെ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയ അസ്വസ്ഥത നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സമയം തന്നെ ആ വ്യക്തികൾക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. നാം യേശുവിൻ്റെ കരുണ സ്വീകരിച്ച് കഴിയുമ്പോൾ, സ്വന്തമാക്കി കഴിയുമ്പോൾ, നമ്മുടെ പിന്നീടുള്ള ജീവിതം, നമ്മുടെ സംസാരം, എല്ലാ മേഖലകളിലും ഈ കരുണ മറ്റുള്ളവർക്കും കൂടി അനുഭവിക്കാൻ സാധിക്കണം. ഞാൻ ഓർക്കുക, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സുഹൃത്ത് ഒരു പ്രാർത്ഥന നിയോഗമായിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് വന്നു. അതായത് ക്രെഡിറ്റ് കാർഡും ലോണൊക്കെ എടുത്ത് സാമ്പത്തികമായി തകർന്ന് നിരപ്പെടാതിരിക്കുക. അവൻ വന്ന് ഒരു പ്രാർത്ഥന റിക്വസ്റ്റിനോട് ആവശ്യപ്പെടുക. അപ്പോൾ ഈ സുഹൃത്ത് എന്നോട് പറയാണ്, അവൻ്റെ ജീവിതത്തിൻ്റെ ആർഭാടം കൊണ്ട് കാർഡെടുത്തു, ലോൺ എടുത്തു, തകർന്ന് തരിപ്പണമായി. അവൻ പോയി പ്രാർത്ഥിക്കട്ടെ, അവൻ്റെ കയ്യിലിരിപ്പുണ്ടല്ലോ സംഭവിച്ചത്, ഞാൻ എന്തിനു അവന് പ്രാർത്ഥിക്കണം? അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചെറിയ ചിന്ത ഞാൻ ആ മകനുമായി പങ്കുവെച്ചു. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, സഹോദര, മറ്റേ സുഹൃത്ത് തകർന്ന മനസ്സുമായി, വേദനയുമായിട്ടാണ് പ്രാർത്ഥിക്കാൻ വന്നത്. ഒരു ആശ്വാസം നമ്മളിൽ നിന്ന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് അവൻ നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നത്. അപ്പോൾ അവൻ നമ്മളെ നിരാശയോടെ പറഞ്ഞു വിടാതെ, ഞാൻ പ്രാർത്ഥിക്കാം,
നീ വിഷമിക്കണ്ട. നമ്മുടെ കർത്താവ് ശക്തനാണ്, നമ്മുടെ കർത്താവ് കാരുണ്യവാനാണ്, എല്ലാം അറിയുന്നവനാ. അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എന്നൊരു ആശ്വാസവാക്കല്ലേ നാം കൊടുക്കേണ്ടതായിരുന്നത്. എനിക്ക് പറയാൻ പറ്റും, എൻ്റെ അടുത്ത് ആരൊക്കെ പ്രാർത്ഥിക്കാൻ വന്നാലും പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ ആ മകൻ്റെ മേൽ, ആ മകൻ്റെ ആവശ്യത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ കർത്താവെ നീ ചങ്ക് പിളർന്ന് ഒഴുക്കിയ ആ ജീവനുള്ള രക്തവും ജലവും ആ വ്യക്തിത്വത്തിൻ്റെ പേരിൽ, ആ മകൻ്റെ നിയോഗത്തിൻ്റെ മേൽ കർത്താവെ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പല നിയോഗത്തിൻ്റെ മേലും ആഴ്ചകൾക്ക് ദിവസങ്ങൾക്കകത്ത് കർത്താവ് കരുണ ചൊരിയുന്ന മഹാ ഒരു അനുഭവം എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നാം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്തിനാണ് പ്രാർത്ഥിക്കാറ്? മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം, നല്ല കഴിവ് കിട്ടണം, നല്ല സാമർഥ്യം വേണം, എല്ലാത്തിനും വിജയം ലഭിക്കണം, ക്ലാസ്സിൽ 1-ാം സ്ഥാനം ലഭിക്കണം. അതിനേക്കാൾ ഉപരി ഞാൻ പ്രാർത്ഥിക്കാറ്, കർത്താവെ നിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ ആ കരുണക്കടലിൽ എൻ്റെ മക്കളുടെ ആത്മാവിനെയും ഹൃദയത്തെയും ശരീരത്തെയും കർത്താവെ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് ഒരു വിശുദ്ധിയുള്ള മകനായി രൂപാന്തരപ്പെടുത്തണമെന്നാണ് ഞാൻ പലപ്പോഴും ആദ്യമായിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറ്. നമ്മളും ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കേണ്ടത്. മക്കളുടെ വിശുദ്ധിയാണ് ഏറ്റവും ആദ്യം. ആ വിശുദ്ധി ലഭിക്കാൻ പറ്റിയ ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് കരുണ പ്രാർത്ഥന. അങ്ങനെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും എല്ലാവരും കർത്താവിൻ്റെ കരുണയുടെ സമൃദ്ധിയിലായിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്താണ് കരുണ? കർത്താവിൻ്റെ കരുണ മറ്റുള്ളവരോട് പ്രഘോഷിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കാം. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും വലിയ ആഗ്രഹമാണ്, ഉള്ളിൽ വലിയ ആഗ്രഹമാണ് നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരും തന്നെ നമ്മളോട് കരുണയോടും സ്നേഹത്തോടും സംസാരിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ്. എല്ലാവരും എന്നെ സ്നേഹിക്കണം, എല്ലാവരും എന്നോട് ദയോടെ കരുണയോടൊക്കെ പെരുമാറണമെന്ന്. വിശുദ്ധ ബൈബിളിൽ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അവരോട് ചെയ്യുവിൻ. അപ്പോൾ എല്ലാവരും എന്നോട് കരുണ കാണിക്കണം, സ്നേഹം കാണിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നത് അത് നമ്മൾ ആദ്യം ചെയ്യാനായിട്ടാണ്. എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാവരോടും, എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മക്കളോട്, എൻ്റെ ഓഫീസിലുള്ളവരോട്, എൻ്റെ സമൂഹത്തിലുള്ളവരോട്, എല്ലാവരോടും കരുണയോടും സ്നേഹത്തോടും കൂടി ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ചുറ്റുപാടുമുള്ളവരും എന്നോട് അതുപോലെ തന്നെ പെരുമാറാൻ തുടങ്ങും. അതിനേക്കാൾ ഉപരിയായിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ചുറ്റുപാടുമുള്ള എല്ലാവരോടും നമ്മളോട് കരുണയോടും വാത്സല്യത്തോടും സംസാരിക്കുക എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം നമ്മളോട് കരുണ കാണിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ പ്രവൃത്തിയിൽ കർത്താവിൻ്റെ കരുണയും സ്നേഹവും വെളിപ്പെടണം. ഈശോ പറയുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കാരുണ്യം നമ്മുടെ ജീവിത ശൈലിയാക്കി മാറ്റണം. അതോടൊപ്പം തന്നെ കാരുണ്യ ചിന്തകൾ നമ്മളെല്ലാവരെയും ഭരിക്കട്ടെ. കാരുണ്യ വചനങ്ങൾ നമ്മളുടെ വാക്കുകളാകട്ടെ. കാരുണ്യ പ്രവൃത്തികൾ നമ്മുടെ ശൈലിയാകട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ കരുണയുടെ കാരുണ്യത്തിൻ്റെ ഒരു ശൈലിയാക്കി നമുക്ക് രൂപാന്തരപ്പെടുത്താം. നമുക്കെല്ലാവർക്കും ഒരുമയോടെ പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, വിശ്വാസത്തോടെ ലോകം മുഴുവനിലും കർത്താവിൻ്റെ കരുണ വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ലോകം മുഴുവൻ ഒരു കരുണാ സംസ്കാരത്തിൻ്റെ, കരുണ ജീവിതശൈലിയുടെ ഒരു ശൈലിയാക്കി രൂപാന്തരപ്പെടുത്തുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. അങ്ങനെ കർത്താവിൻ്റെ കരുണയിലായിരുന്നു കൊണ്ട് നിരന്തരം വിശുദ്ധിയിലും വിശ്വാസത്തോടെയും നമുക്ക് ജീവിക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു ഹൃദയത്തോടുകൂടി ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ഉണ്ടാകാൻ വേണ്ടി. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും
ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടായിരിക്കണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന